പാമ്പൻ പാലം എന്നും ഒരു അത്ഭുതമാണ്. തിരയടിക്കുന്ന കടലിന് കുറുകെ 2 കിലോമീറ്ററിലധികം ദൂരത്തിൽ ഒരു റെയിൽവേ പാലം, അതിന് സമാന്തരമായി മറ്റൊരു റോഡ് പാലം. കൊച്ചി ധനുഷ്കോടി നാഷണൽ ഹൈവേയുടെ ഭാഗമായി 1988 പാമ്പൻ റോഡ് പാലത്തിൻ്റെ പണി പൂർത്തിയാകുന്നത്. ഇന്ദിരാഗാന്ധി ബ്രിഡ്ജ് എന്നാണ് റോഡ് പാലം അറിയപ്പെടുന്നത്. അതിനും എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് 1914 ബ്രിട്ടീഷ് ഭരണകാലത്താണ് പാമ്പൻ റെയിൽവേ പാലത്തിൻ്റെ പണി പൂർത്തിയാകുന്നത്. കച്ചവടത്തിന് വേണ്ടി ഇന്ത്യയിലെത്തി ഇന്ത്യ മഹാരാജ്യം പിടിച്ചടക്കിയ ബ്രിട്ടീഷുകാരുടെ കച്ചവട തൃഷ്ണയാണ് ഇത്തരത്തിലൊരു പാലം നിർമ്മിക്കുവാൻ അവർക്ക് പ്രചോദനമായത്. സാധനങ്ങൾ പാലം വഴി ധനുഷ്കോടിയിലെത്തിക്കുകയും അവിടെ നിന്നും വളരെ എളുപ്പത്തിൽ ശ്രീലങ്കയിലേക്ക് കടത്തുകയും ചെയ്യാമായിരുന്നു. ധനുഷ്കോടിയിൽ നിന്നും ശ്രീലങ്കയിലേക്ക് 16 കിലോമീറ്ററാണ് കടൽ മാർഗമുള്ള ദൂരം. തമിഴ്നാട്ടിലെ രാമനാഥപുരം ജില്ലയിലെ ധനുഷ്കോടിയും രാമേശ്വരവും ഉൾപ്പെടുന്ന പ്രദേശം കടലുകളാൽ ചുറ്റപ്പെട്ട് കിടക്കുന്ന ഒരു ദ്വീപാണ്. ഈ ദ്വീപിനെ ഇന്ത്യ വൻകരയുമായി ബന്ധിപ്പിക്കുന്നത് പാമ്പൻ പാലമാണ്. പാമ്പൻ പാലത്തിൽ കൂടി പോകുന്ന ട്രെയിൻ കാണാൻ മിക്കപ്പോഴും സഞ്ചാരികളുടെ തിരക്കായിരിക്കും. ലോകത്തിലെ തന്നെ അപകടകരങ്ങളായ പാലങ്ങളിൽ ഒന്നായി കണക്കാക്കപ്പെടുന്ന പാമ്പൻ പാലത്തിലൂടെ മണിക്കൂറിൽ 5 കിലോമീറ്റർ വേഗതയിലാണ് ട്രെയിൻ സഞ്ചരിക്കുന്നത്. കരയിലാകുമ്പോൾ വളരെ വേഗത്തിൽ സഞ്ചരിക്കുന്ന ഈ ട്രെയിനാണ് ഇത്രയും സാവകാശത്തിൽ ഈ പാലത്തിലൂടെ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നത്. എങ്കിലും അത് കണ്ടു നിൽക്കുന്നവർക്കും ട്രെയിനിൽ സഞ്ചരിക്കുന്നവർക്കും വല്ലാത്തൊരു ആനന്ദമാണ്, ഒരു ആവേശമാണ്. ഒരു എഞ്ചിനീയറിംഗ് വിസ്മയമായാണ് പാമ്പൻ പാലത്തെ വിശേഷിപ്പിക്കുന്നത്. പാക് കടലിടുക്കിൽ സ്ഥിതി ചെയ്യുന്ന പാമ്പൻ പാലത്തിൻ്റെ മധ്യഭാഗം കപ്പലുകൾക്ക് കടന്നു പോകാൻ പാകത്തിൽ ഉയർത്താവുന്ന രീതിയിലാണ് രൂപകൽപ്പന ചെയ്തിരിക്കുന്നത്. 1964 ചുഴലിക്കൊടുങ്കാറ്റിനെ തുടർന്നുണ്ടായ കടൽക്ഷോഭത്തിൽ പാലത്തിന് കേടുപാടുകൾ സംഭവിക്കുകയുണ്ടായി. നമ്മുടെ മെട്രോമാൻ ശ്രീ ഇ ശ്രീധരൻ്റെ നേതൃത്വത്തിലാണ് പാലം പുതുക്കി പണിതത്. എന്തായാലും പാമ്പൻ പാലവും പാമ്പൻ പാലത്തിൽ നിന്നുള്ള കാഴ്ചകളും എന്നും മനസ്സിലെ മായാത്ത ഓർമ്മകളായിരിക്കും.